Hello, നമ്മുടെ പുതിയൊരു സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഇവൻ ഈസ് കൊണ്ടവേൾഡ്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ മെഹ്റോലില് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലത്താണ്. ഇവിടെ കുറേ പാർക്കുകളൊക്കെ ഉണ്ട്. അല്ല, ഒരു പാർക്ക് ഉണ്ട് ഇവിടെ. അവിടെ ഒരു പാർക്കുണ്ട്. അപ്പം ഇതില്ലേ കുറേ ടൗൺസൊക്കെ ഉള്ള സ്ഥലം. നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ആർക്കിയോളജിക്കൽ സൈറ്റിലാണ്. ഇത് മുഗൾ ഡൈനസ്റ്റിയുടെ റൂയിൻസ് ആണ്. ഇവിടെ കുറേ ടോംസ് ഒക്കെ ഉണ്ട്. സോ ഇനി നമുക്ക് നേരെ അധികമൊന്നും കിട്ടാതെ നേരെ കാട്രിക്കിലേക്ക് കിടക്കാം. ഒരു സൂപ്പർ കാട്രിക്കാണ്. ഇത് വൺ ഓഫ് ദ ഫേവറേറ്റ് സാൻഡ്വിച്ച് എഫക്റ്റ് ആണ്. ഇനി നമുക്ക് കിടക്കാം. ഓക്കെ ഇസ്ര, എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം. ഓക്കെ, ഞാനിങ്ങനെ സ്റ്റോപ്പ് പറയാൻ പറയാം. സ്റ്റോപ്പ് അവിടെ. അതാണ് നിൻ്റെ കാർഡ്. ക്യാമറ കണ്ടോ? കണ്ടില്ലേ? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പോലെ സാൻഡ്വിച്ച് എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ 2 ആസുകൾ തപ്പാം. ഒരു ആസ് കിട്ടി. 2 ചുവന്ന ആസുകൾ എടുക്കാം. ഓക്കെ, ഇനി നോക്കട്ടെ, ഞാൻ നോർമലാണോ നോക്കാം ആദ്യം. നോർമലൊക്കെയാണ്. ഓക്കെ, ഇനി കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. അത് ഇനി കണ്ടോണേ. ഇത് ഇസ്രോയുടെ കാർഡ് ഇതിൻ്റെ ഇടയ്ക്ക് സാൻഡ്വിച്ച് ആവും. ഈ 2 ആസുകളുടെ ഇടയ്ക്ക്. നിന്റെ കാർഡ് അല്ലെങ്കിൽ പിന്നെ ഏതായിരുന്നു? എൻ്റെ കാർഡ് ആയിരുന്നു. ആസഫേർട്ട് ഞാൻ ഉപയോഗിച്ച കാർഡല്ലേ? ഒരു സെക്കൻഡ്, ഇപ്പൊ ഫിക്സ് ചെയ്യാൻ പറ്റും. ഒരു സെക്കൻഡ്. 1 2 3 മൊത്തം ഒരു ഇല്യൂഷൻ ആയിരുന്നു. 2 ജാക്കികളും ഒരു കാർഡും ആയിരുന്നു ഉള്ളത്. സൂപ്പർ ആയിരുന്നു നമ്മുടെ ട്രിക്ക്. ഇനി നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അധികം നീട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആസഫേർട്ട് എടുത്തിട്ട് നേരെ താഴേക്ക് വെക്കണം. ഓക്കെ, എന്നിട്ട് ആസഫേർട്ട് എടുത്ത് താഴേക്ക് ഉണ്ടാവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 2 ജാക്കുകളും ഉണ്ട്. ഏതെങ്കിലും ഒരു ജാക്ക് താഴെ ഇങ്ങനെ താഴെ ഫേസ് അപ്പ് വെക്കണേ. അത് കഴിഞ്ഞിട്ട് വേറൊരു ജാക്ക് അതിൻ്റെ മുകളിൽ ഫേസ് ഡൗൺ. സോ ഇപ്പോൾ നമ്മുടെ 2 ജാക്കുകളും ഒരു ആസും ഉണ്ട്. ഓക്കെ, ആസം ഡയമണ്ട് നമ്മുടെ ഒരു പ്രാവശ്യം ട്രിക്ക് ചെയ്താൽ മുകളിലുണ്ടാവും. സോ മുകളിൽ നിന്ന് നടുക്കോട്ട് മാറ്റണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇങ്ങനെ പിടിച്ചു വെക്കണം. ഓക്കെ, ഒരു പോസാണ് നമ്മൾ ചെയ്യുക. പോസിന് വേണ്ടി അവരോട് എപ്പോഴാണ് സ്റ്റോപ്പ് പറയണം. ഇവിടെ എല്ലാം എയറോപ്ലെയിനുകളുണ്ട്. ഭയങ്കര ഒച്ച എയറോപ്ലെയിനൊക്കെ. ഇനി ഇവിടെ ഒരു പോസ് ചെയ്യുന്നുണ്ട്. പോസിന് വേണ്ടി നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ഡെക്കിനെ കുറച്ച് ഇങ്ങനെ ടിൽറ്റ് ചെയ്യണം. ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് കാർഡ് എടുത്ത് ഫിംഗർ കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്യണം. ഒരു കാർഡ് എടുക്കാൻ പാടില്ല. ലാസ്റ്റ് കാർഡ് എടുത്ത് ഫിംഗറും കൊണ്ട് കുറച്ചിങ്ങനെ പുഷ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങളുടെ ഫിംഗർ ഇങ്ങനത്തെ ഒരു പൊസിഷനിലായതുകൊണ്ട് ആ കാർഡ് ഇവിടെ ഹൈഡ് ആയിക്കോളും. നിങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ് ആവില്ല, പക്ഷെ എങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ് ആവും. സോ ഇനി നമ്മുടെ ഈ 4 കൈ ഇവിടെ വരണം. ഇവിടെ അല്ല, ഇവിടെ ഈ കാർഡിൻ്റെ മുകളിൽ വരണം. ഇനി സ്റ്റോപ്പ് പറയാൻ പറയണം. സ്റ്റോപ്പ് പറയുമ്പോൾ ആ കാർഡ് മൊത്തം എടുക്കുക. അപ്പോൾ ആ കാർഡ് നമ്മൾ എടുത്തിട്ടില്ല ഇതുവരെ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പുഷ് ചെയ്യണം. ഓക്കെ, പുഷ് ചെയ്യുമ്പം അത് ഈ കാർഡ് മറ്റേ ഈ നോർമൽ ഡെക്കിൻ്റെ കൂടെയാവും. ഇനി നമ്മൾ അവരുടെ ആ കാർഡ് ഫോഴ്സ് ചെയ്തിരിക്കുന്നു. ഇനി അവരെ കാണിക്കുക ഇതാണ് നിങ്ങളുടെ കാർഡിന്, പിന്നെ ഡ്രോപ്പ് ചെയ്യുക. ഈ ഫോഴ്സിനകത്ത് നമ്മൾ റിഫ്ലും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, ഈസി വളരെ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്ര പറയണം ആസഫേർട്ട് എവിടെയാണ് തപ്പണം എന്ന്. പിന്നെ പറയണം ആസാണ് ഞാൻ ഈ കാട്രിക്കിന് ഉപയോഗിക്കുന്നത്. ഇനി ആസഫേർട്ട് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആസഫേർട്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റും ആസുകൾ എടുക്കാം സാൻഡ്വിച്ചിന് എന്ന് വെച്ചാൽ, കാരണം നോർമലി ആസുകൾ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് എടുക്കണം. എനിക്കൊരു ബ്രേക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ബ്രേക്ക് എടുക്കാൻ പോകാമെന്ന് വെച്ചാൽ ഇസ്രനോട് എക്സാമിൻ ചെയ്യാൻ പറയുന്ന സമയത്ത് ഒന്ന് പിടിച്ച് ഞാൻ പുറകിൽ നിന്ന് ഇങ്ങനെ റിപ്പിൾ ചെയ്തിട്ട് 2 കാർഡുകൾ വരുമ്പം പിങ്കി ബ്രേക്ക് വെച്ചിട്ട് പിങ്കി ബ്രേക്ക് എടുക്കും. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഇപ്പോൾ ഒരു പിങ്കി ബ്രേക്ക് ഉണ്ട്. ഇനി ഈ 2 കാർഡും എടുത്തിട്ട് ഞാൻ മുകളിൽ വെക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആസഫേർട്ട് ഏറ്റവും താഴെ ഉണ്ടാവണം. ഓക്കെ, അതിൻ്റെ മുകളിലാണ് ആസഫ് ഡയമണ്ട്. ആസഫ് ഡയമണ്ടും വെച്ചിട്ട് പിങ്കി ബ്രേക്കിൽ നിന്നെല്ലാം തിരിക്കണം. പിങ്കി ബ്രേക്കിൽ നിന്നെല്ലാം ഒന്ന് മലത്തണം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കണം. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കും.
ഇനി നമ്മുടെ കയ്യിൽ പുറകെ തിരിച്ചാൽ ഒരു ജാക്കി, 2 ജാക്കി, ഒരു എയറോപ്ലെയിൻ ഉണ്ട്, എയറോപ്ലെയിൻ മുകളിൽ ഒരു ആസമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റിലേക്ക് കിടക്കാം. ഈ മൂവ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. നമുക്ക് ഇവിടെയും പിൻ ചെയ്യണം, ഈ സൈഡിലും പിൻ ചെയ്യണം, ഈ സൈഡിലും പിൻ ചെയ്യണം. എയറോപ്ലെയിൻ്റെ ഒച്ച. ഓക്കെ, പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൈ ഇങ്ങനെ പിടിച്ച് എടുക്കണം. ഓക്കെ, പീൽ ചെയ്യണം. അതേ സമയത്ത് ഈ കാർഡ്സിനോട് സ്പ്രെഡ് ചെയ്യണം. ഓക്കെ, പീലും സ്പ്രെഡും ഒരുമിച്ച് ചെയ്യണം. സോ ഇങ്ങനെ കാണും. പീലും സ്പ്രെഡും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ വെക്കണം. ഇനി കാണിക്കുന്ന ഒരു കാർഡാണെന്ന്, അതായിരിക്കും നമ്മുടെ ആസഫേർട്ട്. അതായിരുന്നു ട്രിക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ.